IPLലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മലയാളിയാണ് വിഘ്നേഷ് പുത്തൂർ. IPLലെ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് അഭിഷേക് ശർമ്മയാണ്. 2025 50-ാം വാർഷികം ആചരിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമാണ് ആര്യഭട്ട. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഗ്രന്ഥങ്ങളാണ് ഭഗവദ്ഗീതയും നാട്യശാസ്ത്രവും. പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ചവർ എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന 1-ാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ് കുരുന്നെഴുത്തുകൾ. പൂർണ്ണമായും AI സാങ്കേതികവിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ലവ് യു എന്ന കന്നഡ സിനിമ. 2025 ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യയാണ് ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ. പശ്ചിമഘട്ടത്തിലെ വലിയ മരത്തിൻ്റെ പൊള്ളയിൽ കാണപ്പെടുന്ന IUCN ദുർബല വിഭാഗമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന അപൂർവ സസ്തനിയാണ് നീലഗിരി മാർട്ടൻ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞളിനമാണ് IISR സൂര്യ. പെറുവിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ തന്നെ മനു ഭാക്കറിനെ പിന്നിലാക്കി സ്വർണം നേടിയ ഷൂട്ടിംഗ് താരമാണ് സുരുചി. 2025 ഏപ്രിലിൽ 65-ാം സമാധി ദിനം ആചരിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. അദ്ദേഹം സമാധിയായത് 1961 ഏപ്രിൽ 17-ന്. വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതയായത് ഷർമിള മേരി. വനിതാ ലോക ചെസ് കിരീടം 5-ാം തവണയും നേടിയത് ജു വെൻ ജൂൻ. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ ഭൗതിക ശാസ്ത്രജ്ഞനും ഡൽഹി സെൻറ്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് സയൻസ് സ്ഥാപകനുമായ വ്യക്തിയാണ് ഡോക്ടർ രഞ്ജിത്ത് നായർ. നവജാത ശിശുക്കളെ കടത്തിയാൽ ആശുപത്രികളുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതിയാണ്. അംബേദ്കറുടെ 134-ാമത്തെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി പ്രഖ്യാപിച്ചത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് മാരിയോ വർഗസ് ലോസ. 2019 അവസാനം പുറത്തുവന്ന നോവൽ ഹാർഷ് ടൈംസ്. സീറോ പോവർട്ടി ദൗത്യത്തിന് അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ മലേഷ്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് അബ്ദുള്ള ബദവി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിവർഷ സാമ്പത്തിക സഹായമായ $220 കോടി മരവിപ്പിച്ച സർവകലാശാലയാണ് ഹാർവാർഡ് സർവകലാശാല. 2025 50-ാം വാർഷികം ആചരിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമാണ് ആര്യഭട്ട. കാന്താരിയുടെ 27 മടങ്ങ് എരിവുള്ള ലോകത്തെ ഏറ്റവും എരിവുള്ള മുളകാണ് പെപ്പർ എക്സ്. 3.5 കോടി വർഷം മുമ്പ് ചിഹ്നഗ്രഹത്തിൻ്റെ പതനത്താൽ രൂപപ്പെട്ട വജ്രങ്ങൾ നിറഞ്ഞ റഷ്യയിലെ ഗർത്തമാണ് പോപ്പിഗായ് ഗർത്തം. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അരുൺ പല്ലി. ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ചാറ്റ് GPT. 70ാമത് കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോച്ച്വേ. അമേരിക്കയ്ക്കെതിരെ 125% തീരുവ പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന. ഹരിയാനയിലെ പുരാവസ്തു സൈറ്റുകളായി പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തിലെ 2 സംരക്ഷിത പ്രദേശങ്ങളാണ് തിഗ്രാന, മിതത്തൽ. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ വിഖ്യാത കഥക് നർത്തകിയാണ് കുമുദിനി ലഖിയ. അക്കാദമിക യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കാനുള്ള നടപടികൾക്കായി ഇന്ത്യയിലെത്തിയ ഇറ്റലി ഉപപ്രധാനമന്ത്രിയാണ് ആന്റോണിയോ ടജാനി.
സാഗർ പദ്ധതിയുടെ ഭാഗമായി കർണാടകയിലെ കർവാറിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ്ഷോർ പട്രോൾ വെസലാണ് INS സുനൈന. അയർലൻഡിൽ വെച്ച് നടന്ന IBSF ലോക ബില്യാർഡ്സ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം സൗരവ് കോത്താരി. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് നിപുൺ അഗർവാൾ. ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യം UAE ആണ്. 2016 മുതൽ ഒന്നാം സ്ഥാനം UAEക്കാണ്. രണ്ടാമതായി ദക്ഷിണ കൊറിയയും മൂന്നാമതായി ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യം ചൈനയുമാണ്. പ്രതിരോധ മേഖല ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 26 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്നാണ് വാങ്ങുന്നത്. ATP മാസ്റ്റേഴ്സ് 1000 ടൂർണമെൻറ്റിലെ മത്സരം ജയിക്കുന്ന പ്രായം കൂടിയ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2024 റഫീഖ് അഹമ്മദിനായിരുന്നു പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 1998 KR നാരായണന് ശേഷം പോർച്ചുഗൽ സന്ദർശിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2024-2025 ശ്രീ ചിത്തിര തിരുനാൾ അവാർഡിന് അർഹരായത് ജയറാമും PR ശ്രീജേഷുമാണ്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസ് പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോൺ. 2025 സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ്. ആനുകാലികം 2025 ഏപ്രിൽ. 2025 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരനാണ് ഡോക്ടർ MGS നാരായണൻ. രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതി അംഗീകാരത്തോടെ 10 ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ്യം നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കമ്മ്യൂണിക്കോർ. ഈ അടുത്ത് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ദ്രൗപദി മുർമുവാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ. കേരള ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് മനോജ് എബ്രഹാം. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി കോൺക്ലേവിൻ്റെ വേദിയായ ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. രാജ്യത്തെ കരടികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമെടുത്ത രാജ്യമാണ് സ്ലോവാക്യ. 2025 തലേക്കുന്നിൽ ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനാണ്. 2025 ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധ മൂലം ഹിപ്പോപൊട്ടാമസുകൾ ചാകാനിടയായ രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് A ജയതിലക് IAS ആണ്. അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഫോബ്സ് പട്ടിക പ്രകാരം എൻ്റർടൈൻമെൻറ്റ് രംഗത്തെ ഏറ്റവും സമ്പന്നയായ വനിതയാണ് കിം കർദാഷിയൻ. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ BESS നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡിൻ്റെ പേരാണ് നിള. ഏപ്രിൽ 7, 2025 ലോക ആരോഗ്യ ദിനപ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകനാണ് TK വാസുദേവൻ. ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രമാണ് പത്തനംതിട്ട മണ്ണ് പര്യവേഷണ കേന്ദ്രം. ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കിയിലെ തുടർച്ചയായ 4ാം കിരീടം നേടിയ ലോക ചാമ്പ്യൻ മാക്സ് വെർസ്റ്റപ്പൻ ആണ്. 23ാമത് നിയമ കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേൽക്കുന്നത് BR ഗവായ്.
രാജ്യത്ത് ആദ്യമായി ട്രെയിനിൽ ATM സ്ഥാപിച്ച് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. നാസിക്കിലെ മന്മദിനും മുംബൈക്കും ഇടയിൽ സർവീസ് നടത്തുന്ന പഞ്ചവടി എക്സ്പ്രസിൻ്റെ AC കോച്ചിലാണ് ATM മെഷീൻ സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനമാണ് ആലപ്പുഴ കലവൂരുള്ള കേരള ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 പ്രകാരം വലുതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക. അടുത്തിടെ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമ സേവന പദ്ധതികളാണ് സമയം, സമന്വയ, അതിജീവനം. ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഏപ്രിൽ 15-നാണ്. സ്ലോവാക്യയിലെ നിട്രയിലുള്ള കോൺസ്റ്റന്റൈൻ ദി ഫിലോസഫർ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് തെലങ്കാന. IPLൽ 200 പേരെ പുറത്താക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ MS ധോണിയാണ്. രാജ്യാന്തര സംഘടിത സൈബർ കുറ്റകൃത്യങ്ങൾ, ഡിജിറ്റൽ അറസ്റ്റുകൾ എന്നിവയ്ക്കെതിരെയുള്ള CBI ഓപ്പറേഷനാണ് ചക്ര. മാർച്ചിലെ മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC പുരസ്കാരം ലഭിച്ചത് ശ്രേയസ് അയ്യർക്കാണ്. നേര്യമംഗലത്തെ 50 ഏക്കറിലെ നാളികേര വിത്തുൽപാദന കേന്ദ്രം സ്ഥലം മാറ്റുന്നത് ഗുജറാത്തിലേക്കാണ്. മുംബൈ മസഗോൺ ഡോക്സ് ലിമിറ്റഡിൻ്റെ ചെയർമാനും MDയുമായി നിയമിതനായ മലയാളിയാണ് ക്യാപ്റ്റൻ ജഗ് മോഹൻ. IPLൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശിയാണ്. 14 വയസ്സാണ്. രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയാണ് കളിച്ചത്. ഏപ്രിൽ 22, 2025 ലോക ഭൗമദിന പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ്. ഗൂഗിൾ വിലക്ക് ഏർപ്പെടുത്തിയ ചൈനീസ് ഭൂപട ആപ്പാണ് അബ്ലോ. കൊച്ചിൻ കോ-ഓപ്പറേഷൻ ബ്രഹ്മപുരത്തുള്ള ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുള്ള ആദ്യ ജൈവ കമ്പോസ്റ്റിൻ്റെ ചരക്ക് കയറ്റി അയച്ച രാജ്യം ദുബായ് ആണ്. നിലവിൽ നാസയുടെ ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ യാത്രികനാണ് ഡോൺ പെറ്റിറ്റ്. DRDO വികസിപ്പിച്ച 2025 ഏപ്രിലിൽ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ്. ഹരിത ഇന്ധനം ഉപയോഗിച്ച് രാജ്യത്ത് നിർമ്മിക്കുന്ന 16 ഗ്രീൻ ടഗുകളിൽ ആദ്യത്തെ 2 ഗ്രീൻ ടഗ് നിർമ്മാണത്തിന് തുടക്കമായത് കൊച്ചിൻ കപ്പൽശാലയിലാണ്. തൊഴിൽ, ജീവനോപാധി എന്നിവ ഉറപ്പാക്കാനായി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി നടപ്പാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്രജീവിക. 2025 കേന്ദ്ര മത്സ്യ മന്ത്രാലയം കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ ജില്ലയാണ് കൊല്ലം. 2015 സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയതു മുതൽ കഴിഞ്ഞ വർഷം വാരണാസിയിൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 34 പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് സംസ്കൃതി കാ 5 അധ്യായ്. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ 4-ാം തവണയാണ് ഈ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. മാർച്ച് 24, 2025 ലോക ക്ഷയരോഗ ദിന പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ. ശാസ്ത്രീയവും നാടൻ സംഗീതവും ഉൾപ്പെടുന്ന തുരീയം സംഗീതോത്സവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ചാണ്. 2025 മാർച്ചിൽ 35 കിലോമീറ്റർ റേസ് വാക്കിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ അത്ലറ്റാണ് പ്രിയങ്ക ഗോസ്വാമി. റെക്കോർഡ് സമയം 2 മണിക്കൂറും 53 മിനിറ്റും 12 സെക്കൻഡുമാണ്. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. IPL കളിച്ച ആദ്യ ട്രൈബൽ താരം റോബിൻ മിൻസ്.
2025 മാർച്ചിൽ പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. സില്ലഹല്ല പമ്പ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാട്. ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് സാറ സാഫ്രാനി. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഭോപ്പാലിൽ നടന്ന ചീറ്റ പദ്ധതിയുടെ അവലോകന യോഗത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് 8 ചീറ്റകളെ കൂടി എത്തിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഭാഗ്യചിഹ്നം ഗജസിംഹ. പ്രമേയം ഗേൽ കെ രംഗ് ബീഹാർ കെ സംഘ്. ജീവനു സാധ്യത കൽപ്പിച്ച് കോംബ്രിഡ് ഗവേഷകർ സൗരയൂഥത്തിന് പുറത്തു കണ്ടെത്തിയ ഗ്രഹമാണ് K2-18b. അടുത്തിടെ തമിഴ്നാട്ടിൽ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിതമായത് ചെന്നൈയിലാണ്. 2025 മാർച്ചിൽ UK ഗവൺമെൻറ്റിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ചിരഞ്ജീവിയാണ്. JC ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. സംസ്ഥാനത്ത് ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് കണ്ണപുരം. സർപ്പ മൊബൈൽ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ചലച്ചിത്ര താരം ടൊവിനോ തോമസ്. ഇലക്ട്രിക് വാഹനം ഓട്ടത്തിൽ ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്ത് ആദ്യമായി പരീക്ഷിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്.